Hi friends, നമുക്കിന്ന് എയർ ഫ്രയർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും അതിൽ ചെയ്യാവുന്ന ഒന്ന് രണ്ട് റെസിപ്പികളൂടെ നമുക്ക് കാണാം. നമുക്ക് വാങ്ങിച്ചാൽ ഇതൊരു നഷ്ടമാകത്തില്ല. ഇത് നമുക്ക് എണ്ണയിൽ പൊരിക്കാതെ വറുത്തും പൊരിച്ചും ഒക്കെ ചെയ്യാം. ഇത് ബജാജിന്റെ എയർ ഫ്രയർ ആണ്. ഇതിൽ നമുക്ക് ഫ്രോസൺ പൊട്ടറ്റോ ഇത് എത്ര ഡിഗ്രി വേണം, എത്ര മിനിറ്റ് എന്നൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഹോം മെയ്ഡ് പൊട്ടറ്റോ, നഗറ്റ്സ്, ചിക്കൻ, മീറ്റ്, പിന്നെ കപ്പ് കേക്ക്, അങ്ങനെ പല സാധനങ്ങളും ഇതിനകത്ത് നമുക്ക് ഉണ്ടാക്കാം. ഇതാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ. ഇതിൻ്റെ ടൈമറാണ്. ഇത് തിരിച്ചാണ് നമ്മൾ ഇതിൻ്റെ ഓരോ ലൈൻസ് കണ്ടില്ലേ ഇടയ്ക്ക്, അത് 5 മിനിറ്റ് വീതമാണ് ഇത് കൂട്ടുന്നത്. ഇതിൻ്റെ ടെമ്പറേച്ചറാണ്, ടെമ്പറേച്ചർ നോബാണ്. 0 മുതൽ 200 ഡിഗ്രി വരെ ഉണ്ട്. 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിങ്ങനെ തിരിച്ചിങ്ങനെ കൊണ്ടുവന്ന് 200 ഡിഗ്രി വരെ ഇതിൻ്റെ ഉണ്ട്. ഓരോ ഐറ്റംസ് ഉണ്ടാക്കാൻ ഇതിൻ്റെ ഡിഗ്രി വ്യത്യാസമുണ്ട്. അതെല്ലാം ഇതിൻ്റെ മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 200-ലാണ് വെച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്കിതിൻ്റെ ബാസ്ക്കറ്റ് നോക്കാം. നമുക്കിത് ഓപ്പൺ ചെയ്ത് കാണാം എങ്ങനെയാണെന്ന്. ഇതാണ് ഇതിൻ്റെ ബാസ്ക്കറ്റ്. നമ്മൾ ഇതിനുള്ളിലാണ് ഓരോ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നത്, ഓരോ കുക്കിംഗ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഈ ബാസ്ക്കറ്റ് നമുക്ക് പുറത്തെടുക്കാൻ ഇവിടെ ഒരു പുഷ് ബട്ടണുണ്ട്. ഒരു ബട്ടൺ കണ്ടില്ലേ? അതിലിങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ ഈ ബാസ്ക്കറ്റ് നമുക്കിങ്ങനെ ഊരിയെടുക്കാം. ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് കുക്ക് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ വെക്കുന്നത്. ഇത് നമുക്ക് വാഷ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കുക. ഇതിന് വേറെ ഉപയോഗമൊന്നുമില്ല. ഈ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് സാധനം കുക്ക് ചെയ്യണോ അത് വെക്കുന്നത്. ഇതിങ്ങനെ വെച്ചിട്ട് ഇത് നമുക്കെടുത്ത് ഇതിനകത്തോട്ട് തന്നെ തിരിച്ച് കയറ്റി വെക്കണം. കണ്ടില്ലേ? ഇതിലേക്ക് ഇങ്ങനെ വെക്കണം. നമുക്കിന്ന് പിന്നെ പഴംപൊരി ഉണ്ടാക്കാം. പഴംപൊരിയുടെ ബാറ്ററൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇതാണ് എൻ്റെ പഴംപൊരിയുടെ ബാറ്ററിൻ്റെ റെസിപ്പി. നമുക്കിതിനെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ ഞാനൊരു ബട്ടർ പേപ്പർ ഇടുകയാണ്. ബട്ടർ പേപ്പർ ഇടണമെന്നില്ല. ബട്ടർ പേപ്പർ കയ്യിലുള്ളവർ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഗ്രീസ് ചെയ്താൽ അത് എളുപ്പമായിരിക്കും എടുക്കാൻ. ബട്ടർ പേപ്പർ ഇട്ടില്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? ഇതിൻ്റെ നമ്മൾ ഈ ബാറ്റർ ഇങ്ങനെ തുള്ളിയായിട്ട് ഈ താഴത്തെ ബാസ്ക്കറ്റിലോട്ട്, താഴത്തെ ആ ബേസിലോട്ട് വീഴും. അത് നമുക്ക് വാഷ് ചെയ്ത് കളയാം, അത് പ്രശ്നമൊന്നുമില്ല. ബട്ടർ പേപ്പർ കയ്യിലുള്ളവർ ഒന്നിട്ടാൽ നമുക്കത് ഈസി ആവും. ഈ ബട്ടർ പേപ്പറിന് പകരം അലൂമിനിയം ഫോയിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്കിത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കാം. ഇത് ലൈറ്റ് ഞാൻ അതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്ത് കണ്ടില്ലേ? റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും ഓണായി. ഇതതിൻ്റെ ടൈമറാണ്. ടൈം നമുക്കിത് ഒരു 15 മിനിറ്റ്സാണ് ഞാനിപ്പം തിരിച്ച് വെച്ചിരിക്കുന്നത്. 15 മിനിറ്റ്. ഇതിൻ്റെ നോബ് ഞാൻ 180-ൽ വെച്ചിട്ടുണ്ട്. ടെമ്പറേച്ചറിൻ്റെ നോബ് 180-ൽ വെച്ചിട്ടുണ്ട്. കണ്ടോ? റെഡിയായി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ പഴംപൊരി റെഡിയായി കിട്ടി. കണ്ടോ? ഒരു തുള്ളി എണ്ണ പോലും നമുക്കിതിന് ആവശ്യമില്ല. ഇത് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളവർ, അല്ലെങ്കിൽ ഹെൽത്തി കോൺഷ്യസ് ആയിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു എയർ ഫ്രയർ വാങ്ങിച്ചാൽ വളരെ ഉപയോഗമാവും. ഇത് കണ്ടില്ലേ? നമ്മളിത് ഈ എണ്ണയിൽ വറുത്ത് പൊരിക്കുന്ന പഴംപൊരിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് അതിന്. നമുക്കിനി ഈ കോൺ കോബ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മൾ എണ്ണയിൽ വറുക്കുന്ന ഏത് സാധനവും നമുക്ക് ഈ എയർ ഫ്രയറിനകത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കോൺ കോബ് ഇച്ചിരി എണ്ണ പുരട്ടിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഉള്ളിലേക്ക് തള്ളി വെച്ചിട്ട് ഇനി അതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യാം. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും കത്തും. ഇത് ഞാനൊരു 15 മിനിറ്റ്സ് തന്നെയാണ് വയ്ക്കുന്നത്. ഇത് 180-ലാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ വെച്ചിരിക്കുന്നത്. 15 മിനിറ്റ്സ് കഴിഞ്ഞു. ഉണ്ടോ? ഇതിപ്പോൾ ഇത് റെഡിയായി. ഇത് ഓണാക്കി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ നിൽക്കണമെന്നില്ല, മറ്റു ജോലിയൊക്കെ ചെയ്യാം. തന്നെ അത് ഓഫായിക്കോളും. നമുക്കിനി ഇതിനൊന്ന് ടേസ്റ്റ് വരുത്തണ്ടേ? അതിന് വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു അല്പം ഗീ മെൽറ്റ് ചെയ്തിട്ട് അതിലോട്ട് നാരങ്ങ അല്പം പിഴിഞ്ഞൊഴിച്ചിട്ട്, നാരങ്ങ നീര്, പിന്നെ ഉപ്പ്, മുളക് പൊടി, ചാട്ട് മസാല ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ
കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺ കോബിലോട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കാം, അതുപോലെ കപ്പലണ്ടിയൊക്കെ വറുത്തെടുക്കാം. അങ്ങനെ എന്ത് സാധനവും നമുക്കിതിൽ തന്നെ ഉണ്ടാക്കാം. വട ഉണ്ടാക്കാം. ആ കോൺ കോബ് ഞാൻ ഒന്നുകൂടി ഇതിനകത്ത് വെക്കുകയാണ്. ഒരു മിനിറ്റ് കൂടി ഇതിനകത്ത് വെച്ചു. 1 മിനിറ്റേ ഞാൻ വെച്ചിട്ടുള്ളൂ. അത് നെയ്യ് അതിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, 1 മിനിറ്റ് കഴിഞ്ഞത് ഓഫായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോൺ റെഡിയായി. ഇങ്ങനെ എന്ത് സാധനം വേണമെങ്കിലും നമുക്കിതിൽ കുക്ക് ചെയ്യാം. നമ്മൾ വറക്കുന്നതും പൊരിക്കുന്നതുമായ ഏത് സാധനവും നമുക്ക് ഈ എയർ ഫ്രയറിൽ ഉണ്ടാക്കാം. ഈ എയർ ഫ്രയർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കൊരു ഗിൽറ്റ് ഫീൽ ഇല്ലാതെ വറുത്തതും പൊരിച്ചതുമായ ഏത് ഐറ്റംസും ഉണ്ടാക്കാൻ പറ്റും, കഴിക്കാനും പറ്റും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. ചിക്കനും മീനും എല്ലാം നമുക്ക് വറുത്തെടുക്കാൻ ഇത് വളരെ നല്ലതാണ്.